നെയ്മറൊന്നും ഇതുവരെ ഇറങ്ങി പോലല്ലോ, പുതിയ ഇഞ്ചുറി കിട്ടിയിട്ടിരിക്കുക. പുള്ളി 100% ഡിസേർവിംഗ് ആണ്. ലൂക്ക മോഡ്രിച്ച് ഉണ്ട്, കെവിൻ ഡി ബ്രൂയിന്, കെയ്ൻ. അപ്പോൾ കളി വെച്ചെങ്കിലും പുള്ളി കാണിക്കാൻ പറ്റില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പുള്ളി ലെറ്റ്സ് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഇങ്ങനെയാണ് പുള്ളി ഫിനിഷ് ചെയ്യുന്നത്. കാരണം ഇതാണ് പുള്ളി ലാസ്റ്റ് വേൾഡ് കപ്പ് എങ്കിൽ പുള്ളി ഫുട്ബോളിന് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നൊരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഫിനിഷിംഗ് അല്ല. പക്ഷെ ഒന്നും കൊടുത്തില്ല. അങ്ങനെ പറയാനാണെങ്കിൽ നീ 2022 നെതർലൻഡുമായിട്ടുള്ള കളിയെക്കുറിച്ച് നീ എന്തോ പറയും? എനിക്കിപ്പോൾ പുള്ളി ഡിസേർവിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ എല്ലാവർക്കും 23ാമത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക്, നമ്മുടെ കട്ടൻ ചായ ഡബിൾ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അഗെയിൻ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. കറണ്ടായിട്ട് നടക്കുന്ന കുറച്ച് അഫെയർസ്, ഫിലോസഫീസ്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്ന കുറേ ടോപ്പിക്കുകൾ, അപ്പോൾ അതിലൊക്കെ നമ്മുടെ തോട്ട്സ് ഒപ്പീനിയനൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്. ഞങ്ങൾ ബൈ ദ വേ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ് ഇനി നമ്മളപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ ഈ ഡിസ്കഷനിൽ നിങ്ങൾക്കും ഇങ്ങനെ പങ്കാളികളാണ്, നിങ്ങളുടെ ഞങ്ങളും ഇവോൾവ് ആയി വരുന്നുള്ളൂ നമ്മുടെ തോട്ട്സും സംഭവം. സോ ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സും സംഭവം ഈ വീഡിയോ കഴിയുമ്പോൾ ഉണ്ടെങ്കിലും എന്തായാലും അത് ഷെയർ ചെയ്യണം. സോ ദാറ്റ് വി ക്യാൻ ഓൾസോ ഇംപ്രൂവ് ഓൺ ദാറ്റ്. സോ നമ്മുടെ റൊണാൾഡോയുടെയും അല്ലെങ്കിൽ നമ്മുടെ മെസ്സിയുടെ ഒക്കെ ഫൈനൽ വേൾഡ് കപ്പാണ്. അപ്പോൾ വേൾഡ് കപ്പ് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഞാനിത് ആദ്യം ഇൻട്രോയിലും പറഞ്ഞായിരുന്നു, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോഴത്തേനും വേൾഡ് കപ്പ് റിലേറ്റഡാണ് ഒബ്വിയസ്ലി റീൽസ് വരുമ്പോഴത്തേനും റൊണാൾഡോനെ കുറിച്ച് നല്ല റീൽസ് ഭയങ്കര റയറായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ ട്രോളുകൾ പുള്ളിയുടെ ഫോമിനെ കുറിച്ചും പുള്ളിയുടെ ഗെയിമിനെ കുറിച്ചും സംഭവങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെയും സംഭവമുണ്ട്. പക്ഷേ ഒരു രീതിയിൽ വേറൊരു ആംഗിൾ നോക്കുവാണെങ്കിൽ പോർച്ചുഗൽ എന്ന് പറഞ്ഞൊരു കൺട്രി അധികം അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കൺട്രി ആയിരുന്നു. ഇപ്പോൾ അർജൻറ്റീന നമുക്ക് പറയാൻ പറ്റും, ഓൾറെഡി മെസ്സി വരുന്നതിന് മുമ്പും ഓൾറെഡി അച്ചീവ്മെൻറ്റ്സ് കുറേ ഉള്ള വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റ്സിൽ കുറേ ട്രോഫികൾ അവർ ഓൾറെഡി ഉള്ള ഒരു കൺട്രിയിലേക്കാണ് മെസ്സി പോലത്തെ ഒരു പ്ലെയർ വരുന്നത്. പക്ഷേ റൊണാൾഡോ എന്ന് പറഞ്ഞൊരു ആൾ വന്നു കഴിഞ്ഞിട്ടാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്, നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ഇത്രയും കൊണ്ടുവന്ന ആൾ വെച്ച് പുള്ളിക്ക് ഇതുവരായിട്ടും വേൾഡ് കപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പുള്ളിയുടെ എന്താ പറയുന്നത് റീസെൻറ്റ് ഫോമിനെ കുറിച്ചോ അല്ലെങ്കിൽ പുള്ളീനെ ജസ്റ്റ് അനാവശ്യമായിട്ട് കുറേ ട്രോളുകൾ വരുന്നുണ്ടോ, പുള്ളി എത്ര ഡിസേർവിംഗ് ആണ് ഈ ഒരു പർട്ടിക്കുലർ വേൾഡ് കപ്പ് പുള്ളി ആ കൺട്രിയിലേക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ സംഭവം ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആസ് എ ഹ്യൂമൻ പുള്ളി അത്രയും ആ ഒരു ടീമിന് വേണ്ടി കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് ഐ തിങ്ക് പുള്ളി നല്ലതായിട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ജയവും തോൽവിയൊക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ കളിയും ആ ടീമിൻ്റെ സംഭവം വെച്ചിട്ടാണ്. പക്ഷേ ഇവൻ റീസെൻ്റ്ലി ആ ഒരു കളിയിൽ പുള്ളിക്ക് എന്താ പാസ് കൊടുക്കുന്നില്ലായിരുന്നു, ഈ പ്ലേയേഴ്സ് പുള്ളിയായിട്ട് കോർഡിനേറ്റ് ഇല്ല എന്നുള്ള റീൽസ് ഉണ്ട്. എനിക്കറിയത്തില്ല ഇത്രയും കറക്റ്റ്നെസ് ഉണ്ടെന്ന്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്ന സംഭവം? ഇല്ല, കളി ഞാൻ ലൈവായിട്ടിരുന്ന് കണ്ടേ. സോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് അവർ നേഷൻസ് ലീഗ് അടിച്ച്. സോ അപ്പോൾ അതിൽ ലാസ്റ്റ് ഫൈനലിൽ സ്പെയിനായിട്ടൊരു കളി കളിക്കുന്നുണ്ട്. ആ കളിയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കളിച്ചവരെ മറ്റേ ഏതോ തലേ ദിവസം കാശ് കൊടുത്ത് ഹയർ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ്, ബെസ്റ്റ് മിഡ്ഫീൽഡ് ഇൻ ദ വേൾഡ്, ബെസ്റ്റ് വിങ് ബാക്സ്, എല്ലാം ബെസ്റ്റ് ഒക്കെയാണുള്ള ടീമിൽ. പക്ഷേ ആ കളി ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കളിയായിരുന്നു. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു പാസ് മര്യാദയ്ക്ക് ബോക്സിൽ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. നല്ലൊരു അറ്റാക്കിങ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത് സ്ട്രാറ്റജി ആയിരുന്നു റൊണാൾഡോയ്ക്ക് ഈ കളി ബോൾ അത്രയും പാസ് ചെയ്യാത്ത, അതോ ജസ്റ്റ് ഓർഗാനിക് ആയിരുന്നു? കാരണം കുറേ ഞാൻ ക്ലിപ്പ് കണ്ടു പുള്ളി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റൊണാൾഡോയെ അവിടെ അവർ വെച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ്. സോ പുള്ളിയുടെ പർപ്പസ് അത് വേണ്ടിയാണ്. അപ്പോൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോൾ കിട്ടണം ബോക്സിൽ. പിന്നെ എന്താ പറയുക, ഒരു പ്രഷറിനെയും കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതിൻ്റെ ബാക്കി സിറ്റുവേഷൻസൊക്കെ പോലിരിക്കും. എനിക്കൊന്ന് പുള്ളി തന്നെ 1-2 എൻകൗണ്ടേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. ഈവൻ പുള്ളി നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും മിഡ് ലൈനൊക്കെ ക്രോസ് ചെയ്തിട്ട് ബിൽഡപ്പ് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് അത്രയും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല ആ ഒരു ഫസ്റ്റ് ഗെയിമിൽ. പിന്നെ ആദ്യത്തെ കളിയാണ്, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് തന്നെയാണ് ഇപ്പം പുള്ളിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ഇതുവരെ ഞാനും ഒന്നും തന്നെ അധികം ന്യൂസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം അത് എനിക്കൊന്ന് പുള്ളി യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. പുള്ളിയെക്കുറിച്ചുള്ള ആ ഒരു എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഫോക്സ് ന്യൂസാണ് മെയിനായിട്ട് ഇവരുടെ ഫിഫയുടെ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് എത്തിക്കുന്നത്. ഫോക്സ് ന്യൂസിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇബ്രാഹിമോവിച്ച്, ഇപ്പം തിയറി ഹെൻറിയും കൂടെ, രണ്ടുപേർക്ക് പുള്ളിയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഇങ്ങനെ കുറച്ച് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളുണ്ട് പഴയത്. അപ്പോൾ ആ ഒരു സാധനമാണ്. പിന്നെ എനിക്ക് അറിയില്ല പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ആ ഒരു ടീമിൽ അങ്ങനെ ഒരു സംഭവം എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു സാധനമുണ്ട്. അവർക്ക് സ്വന്തം എന്താ പറയുക ഫാമിലി അല്ലെങ്കിൽ ഒരു ചേട്ടൻ അനിയൻ ആ ഒരു ബോൺ സിസ്റ്റമാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ആ ഒരു ഇപ്പം മെസ്സിയെ മാർക്ക് ചെയ്ത് പാസ് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് കണ്ടറിയാം എവിടെ നിന്നാണെങ്കിലും പുള്ളിയുടെ കാലിലോട്ട് ബോൾ പോകും. ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഈ ഒരു പോർച്ചുഗലിൻ്റെ ടീമിൽ കാണുന്നത് വളരെ കുറവാണ്. പക്ഷേ പുള്ളി ഡിസേർവിംഗ് ആണോ? അത് കോച്ചിൻ്റെ ഇതാണോ അതോ റൊണാൾഡോ ആയിട്ട് മാത്രം ഒരു സംഭവമാണോ, അതെന്താ സംഭവം? അത് എടാ ഇപ്പോൾ ഈ റോബോട്ടോ മാർട്ടിനസ് എന്ന് പറയുന്ന കോച്ചിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ അതുപോലത്തെ ഒരു സിസ്റ്റമാണ്. അതായത് പുള്ളി ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇതുവരെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ഫോർമാറ്റിലായിരുന്നു, പാസ് കൊടുക്കുന്ന ഒരു ഫോർമാറ്റ് രീതിയിലായിരുന്നു.
പക്ഷേ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പുള്ളി പണ്ട് സ്പെയിനിലെന്തോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ ഈ കണ്ടത് എന്താ ബാക്കിൽ നിന്ന് കളിക്കുന്നതും അങ്ങനെയുള്ള ഒരു ത്രൂ ബോൾ പോലും കൊടുക്കാണ്ടും. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിയെ അവിടുന്ന് സാക്ക് ചെയ്തായിരുന്നു. കാരണം ഗ്രോത്ത് ഒന്നും ഉണ്ടാകുന്നില്ല ഈ ഒരു ഫോർമാറ്റിൽ കളിച്ചിട്ട്. പക്ഷെ അതുപോലെ എനിക്കറിയില്ല, ഫുട്ബോൾ പണ്ഡിറ്റ്സാണ് പറയുന്നത് ആ ഒരു ഫോർമാറ്റിലാണ് ഈ കളി നടന്നത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോയത് അങ്ങനെ പോയെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതും എന്തുമാത്രം ശരിയാവില്ല എനിക്ക്. എനിക്കിപ്പോൾ പുള്ളി ഡിസേർവിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഡിസേർവിങ് ആണ്. 48 രാജ്യമുണ്ട്, എല്ലാവർക്കും വേൾഡ് കപ്പ് കളിക്കണം എന്ന് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ എല്ലാ കൺട്രികളും ഡിസേർവിങ് ആണ്. പിന്നെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീം വിജയിക്കും. പക്ഷേ ടീം വേണം, നല്ലൊരു ടീം വേണം. ഇപ്പോൾ പക്ഷേ ഈ റൊണാൾഡോയുടെ കൂടെയുള്ള ആൾക്കാരെന്തോ അവർ ക്ലബ്ബിൽ കളിക്കുമ്പം എല്ലാവരും നല്ല ഗോഡ് ലെവൽ കളിയാണ്, മിഡ്ഫീൽഡും ഡിഫൻസും എല്ലാം നല്ല അടിപൊളി കളിക്കാർ. പക്ഷേ ഈ പോർച്ചുഗലോട്ട് വന്ന് കഴിയുമ്പം കുറച്ച് ഇതാണോ എന്ന് എനിക്ക് ഡൗട്ട്. അത് ആദ്യത്തെ കളി കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി. കാരണം പുള്ളിക്കാണെങ്കിൽ അധികം പാസൊന്നും ചെല്ലുന്നില്ല. എല്ലാവരും റൊണാൾഡോ കുറ്റം പറയുന്നുണ്ട്, റൊണാൾഡോ ഗോൾ കളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ പുള്ളിക്കാണെങ്കിൽ ബോള് തൊടാൻ കിട്ടണ്ടേ. എല്ലാവരും എനിക്ക് ഇവർ മൊത്തം ഒരു 10,000 പാസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും, ബാക്കിലോട്ട് പോകും, തിരിച്ചു വരും. പുള്ളിക്കാകെ 2 ഷോട്ട് എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. പുള്ളി കിട്ടിയ സാധനങ്ങൾ പുള്ളി നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബിൽഡപ്പ് ഒക്കെ നടത്തിയായിരുന്നു. രണ്ട് ടാപ്പിൻ ചാൻസസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ അത് അത്രയും പ്രഷർ സിറ്റുവേഷനിലായിരുന്നു. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കൊരു 5 ചാൻസ് കിട്ടുമ്പോഴായിരിക്കും അതിൽ 2 ഗോൾ. അത് പക്ഷേ ബാക്കിലായിരുന്നു ഒരു ചാൻസ് വന്നത്, പുള്ളിയുടെ ബാക്കിലോട്ടാവുന്നത്. അതിപ്പോൾ പുള്ളിക്ക് അടിക്കാൻ പറ്റത്തില്ല. അതിനും കുറെ കുറ്റം, എൻട്രി ഒക്കെ വെറുതെ അതിനെ കുറെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അയാളെ മെയിൻറ്റെയിൻ പോകണ്ട, അയാളൊരു ജലസ് മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇപ്പം ഇത്രയും നല്ലൊരാൾ റൊണാൾഡോ ഇപ്പോൾ ടീമിലുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, പുള്ളിയെ കൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ആ കളി കാണുമ്പോഴും അറിയാം, ആ കോങ്കോ എന്ന് പറഞ്ഞ ടീമിന്റെ കാടന്മാരായ ഒരു 4-5 ഡിഫൻഡേഴ്സ് പുള്ളിക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുവോ മതില് പോലെ. മനുഷ്യനെ അനങ്ങാൻ പറ്റണ്ടേ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം, പുള്ളിക്ക് ഇപ്പോൾ 41 വയസ്സായി. ഇപ്പോൾ പഴയ പോലെ ഒരു 10 കൊല്ലം കളിച്ച പോലൊന്നും പുള്ളിക്ക് കളിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം പ്രൈമിലല്ല, 100% പ്രൈമിലല്ല. പക്ഷേ എന്നാലും പുള്ളി ടീമിലുണ്ടെങ്കിൽ അത് വലിയൊരു ഇതായിട്ട് പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് അത്യാവശ്യം ബോളൊക്കെ കഴിഞ്ഞാൽ പുള്ളി നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഫിനിഷ് ചെയ്യും. ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സിനൊക്കെ നന്നായിട്ട് പുള്ളി ഫിനിഷ് ചെയ്യുകയൊക്കെ ചെയ്യും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളിക്ക് നല്ലപോലെ ബോൾ കിട്ടണം, പാസ് കൊടുക്കണം, എന്നാലേ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർച്ചുഗലിൻ്റെ കളിക്ക് മുമ്പ് ഇപ്പം മെസ്സി ഹാട്രിക്ക്, എംബാപ്പെ 2 ഗോള്, കെയ്ൻ 2 ഗോള്, ഹാലൻഡ് 2 ഗോള്, എല്ലാവരും അടിപൊളി പെർഫോമൻസ്. അപ്പോൾ അത് കാരണം ഭയങ്കര പ്രഷറായിരുന്നു, പുള്ളിക്ക് പെർഫോം ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും ന്യൂസ് ചാനലൊക്കെ തിയറി എൻട്രി സ്ലാറ്റിനൊക്കെ പറഞ്ഞതായിരുന്നു, നാളെ റൊണാൾഡോയുടെ കളിയുണ്ട്, കാണേണ്ട പുള്ളി എന്ത് ചെയ്തെന്ന്. എല്ലാവരും ഇത് തന്നെ അറിഞ്ഞത്. പുള്ളിയിലേക്ക് ഭയങ്കര ഒരു മോളി കൊണ്ടങ്ങ് വെച്ചു. എന്നിട്ട് പുള്ളിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഭയങ്കര ശോകമായി കളി കഴിഞ്ഞപ്പം. അതാണ് ഒറ്റ മതിയായിരുന്നു തോന്നിപ്പോയി. എല്ലാവരും കുറേ നോക്കുന്നുണ്ട്. ഇപ്പോൾ മേ ബി റൊണാൾഡോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും, മെസ്സിയുടെ എന്തായാലും ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും എന്തായാലും തന്നെ. അപ്പോൾ ഈ ഒരു സംഭവത്തിലും പുള്ളിക്ക് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുന്നത് ആ ഒരു ഡിബേറ്റ്, ഇപ്പോൾ ഗോഡ് ഡിബേറ്റ് ആണെങ്കിലും പിന്നെ ഭയങ്കര ഒരു വലിയ മാർജിനായി പോകും. കാര്യം മെസ്സിക്ക് ഇത്ര നാൾ ആ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്താ പറയുന്നൊരു വേൾഡ് കപ്പ് ഇല്ല എന്നുള്ളൊരു സംഭവമായിരുന്നു. പുള്ളി വന്ന് വേൾഡ് കപ്പ് അടിച്ചു. ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ അവരുടെ സപ്പോർട്ട് ഇതിൽ അർജന്റീന സപ്പോർട്ടേഴ്സ് പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി വേൾഡ് കപ്പ് ഇനി വരുന്നതെല്ലാം ബോണസ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവരുടെ ഒരു കളി. റൊണാൾഡോ എഗെയിൻ പറഞ്ഞ പോലെ കുറേ കോൺട്രിബ്യൂഷൻ ഫുട്ബോളിലേക്ക് ചെയ്ത ഒരാളാണ്, ആ ഒരു കൺട്രിയിലേക്ക് ഇത് കൊണ്ടുവന്ന ആളാണ്. പുള്ളിയുടെ മൈൻഡ് സെറ്റ് നമുക്കറിയാം. ഇപ്പം ഇത്രയും ട്രോളും സംഭവം വരുന്നതാണെങ്കിൽ പുള്ളി ഒബിയസ്ലി എന്താണെന്ന് ട്രോള് പുള്ളിയുടെ റിയാക്ഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അല്ലെങ്കിൽ പുള്ളി ട്രോളൊന്നും അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്ന ഒരാളുമല്ല. അപ്പോൾ കളി വെച്ചെങ്കിലും പുള്ളി കാണിക്കാൻ പറ്റില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പുള്ളി ലെറ്റ്സ് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഇങ്ങനെയാണ് പുള്ളി ഫിനിഷ് ചെയ്യുന്നത്, കാരണം ഇതാണ് പുള്ളി ലാസ്റ്റ് വേൾഡ് കപ്പ് എങ്കിൽ ഒരു നല്ല ഫിനിഷിങ് ആയിരിക്കത്തില്ല പുള്ളിക്ക്. എന്താ പറയുന്നത്, പുള്ളി ഫുട്ബോളിന് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നൊരു ഡിസർവിങ് ആയിട്ടുള്ള ഫിനിഷിംഗ് അല്ല. ഒബ്വിയസ്ലി നമുക്ക് ആർക്കും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, ഇതാണ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന വേൾഡ് കപ്പ് ഫൈനലിൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട്. എന്നാലും അതൊരു പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ഹോപ്പ് ചെയ്യുന്ന വെച്ചാൽ ഒരു നല്ലൊരു ക്വാർട്ടറിലോ അല്ലെങ്കിൽ മേ ബി ഫൈനലിലൊക്കെ എത്താൻ പറ്റുവാണെങ്കിൽ നൈസായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പുള്ളിക്ക് ആ ഒരു പോയിന്റ് ഉണ്ടാവണം പ്രൂവ് ചെയ്യാനായിട്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ആ ഒരു ടീമും കൂടി സപ്പോർട്ടൊക്കെ ആയിരുന്നു. എനിക്കറിയത്തില്ല ടീമിൻ്റെ സമയം, ഒബ്വിയസ്ലി ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ പുള്ളിനെ ഞാൻ ഇച്ചിരി കാണാറുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നൈസായിരിക്കും കാണാനായിട്ട്, ഒരു ഇച്ചിരി ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് വീണ്ടും അർജൻറ്റീനയൊക്കെയാണ് വീണ്ടും കളി ജയിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു രസം എന്നെപ്പോലത്തെ ഒരാൾക്ക് ഉണ്ടാകുന്നത്. കാര്യം ഒബ്വിയസ്ലി കഴിഞ്ഞ വർഷം ജയിച്ചു, വീണ്ടും ജയിച്ചു, സംഭവം ഉണ്ടാകത്തില്ല. കമ്പയർഡ് ടു ഇൻ കേസ് റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വർഷം ഒത്തിരി ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഈവൻ നെയ്മറൊന്നും ഇതുവരെ ഇറങ്ങി പോലല്ലോ, പുതിയ ഇഞ്ചുറി കിട്ടിയിട്ടിരിക്കുക. പുള്ളി 100% ഡിസേർവിംഗ് ആണ്. ലൂക്ക മോഡ്രിച്ച് ഉണ്ട്, കെവിൻ ഡി ബ്രൂയിനെ, കെയിൻ എനിക്കും ചിലപ്പോൾ ഒരു വേൾഡ് കപ്പോടെ കളിക്കായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. സോ ഡിസേർവിംഗ് ആയിട്ടുള്ള ഇത്ര ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷേ റൊണാൾഡോയ്ക്ക് ഇപ്പോൾ വേൾഡ് കപ്പ് കിട്ടിയാലേ പുള്ളി ടോപ്പ് ആവുന്നൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം പുള്ളി ഇത്രയും കാലം ചെയ്ത് വെച്ച് നമുക്കിപ്പോൾ ഒറ്റയടിക്ക് മറക്കാനൊന്നും പറ്റില്ലല്ലോ. വേൾഡ് കപ്പ് ഇല്ല, അതുകൊണ്ട് പുള്ളി ഒന്നും അല്ലാതാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് തോന്നരുത്, റൊണാൾഡോ ഫാൻ ആണെന്ന് തോന്നരുത്, മെസ്സിക്ക് നല്ല രീതിയിൽ ഫേവറിറ്റിസം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഒന്നാമത്തെ കളിയാണെങ്കിലും കണ്ടവർക്ക് മനസ്സിലാവും. പുള്ളിയാണെങ്കിൽ ഹാട്രിക് ഒന്നും അടിക്കേണ്ടതല്ല, ആദ്യത്തെ ഗോൾ കഴിഞ്ഞപ്പോൾ പുള്ളി റെഡ് കാർഡ് കിട്ടി പോകേണ്ടായിരുന്നു. അതിപ്പോ റെഡ് കാർഡ് ഞാൻ പറയുന്നില്ല, പക്ഷേ യെല്ലോ കാർഡെങ്കിലും കൊടുക്കായിരുന്നു, മിനിമം കൊടുക്കേണ്ടത് എല്ലാമായിരുന്നു. പക്ഷെ അത് ക്ലിയർ റെഡ് കാർഡിനുള്ള ഒഫൻസ് ആയിരുന്നത്, പക്ഷെ ഒന്നും കൊടുത്തില്ല. അങ്ങനെ പറയാനാണെങ്കിൽ നീ 2022 നെതർലൻഡുമായിട്ടുള്ള കളിയെ കുറിച്ച് നീ എന്തോ പറയും? അതാ ഞാൻ പറഞ്ഞ മെസ്സിക്ക് ഫേവറിറ്റിസം ഉണ്ടെന്ന്. കഴിഞ്ഞ വേൾഡ് കപ്പ് തൊട്ട് പുള്ളിക്ക് ഇതുണ്ട്. പക്ഷെ ഇപ്പോൾ മെസ്സി ഫാൻസ് ഇപ്പോൾ കാണുമ്പോൾ പറയാം, ഇപ്പോൾ കരച്ചില്ലാന്ന് പറയുമായിരിക്കും, പക്ഷേ അതുള്ള കാര്യമാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും പറയുന്ന കാര്യം അത്. ഈ കഴിഞ്ഞ ഇതിലാണെങ്കിലും 5 പെനാൽറ്റി അടിച്ചാൽ പുള്ളി വേൾഡ് കപ്പ് അടിച്ചത്. ഇപ്പോൾ ആ വേൾഡ് കപ്പിന് മുമ്പ് വരെ പെനാൽറ്റിക്ക് ഒരു വിലയില്ലായിരുന്നു. റൊണാൾഡോ പെനാൽറ്റി അടിക്കുമ്പോൾ പെനാൽഡോ എന്ന് വെച്ചാൽ കളിയായിട്ടിരുന്നത്. പക്ഷേ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ പെനാൽറ്റിക്കൊക്കെ ഭയങ്കര വിലയായി, പെനാൽറ്റിക്കൊക്കെ കുഴപ്പമില്ലെന്നായി. അങ്ങനൊരു ഡബിൾ സ്റ്റാൻഡേർഡും ഉണ്ട് റൊണാൾഡോയും മെസ്സിയും തമ്മിലുള്ള ഇതിൽ. അതാന്ന് തോന്നുന്നു. അത് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഫിനിക്സിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞ ഒരു സാധനം. അത് പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്. അത് കാരണം മെസ്സി അങ്ങനെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈയിടെ ഒരു 2022 വേൾഡ് കപ്പിൽ പുള്ളി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചപ്പോഴാണെങ്കിലും. സോ അതാ ഞാൻ പറയാം, ഡിഫറൻസ് ഞാൻ പറയാൻ പോകുന്നത്. സോ അപ്പം എല്ലാവരും പറഞ്ഞു ഇതുവരെ കാണാത്തൊരു മെസ്സിയെ നമ്മൾ കണ്ടു, അതങ്ങനെ ആ ഒരു സാധനം പറഞ്ഞു. പക്ഷേ പുള്ളി ഈ ഒരു സാധനം റൊണാൾഡോ കാണിച്ചായിരുന്നെങ്കിൽ നാളെ എല്ലാവരോടും തൂക്കി കൊന്നേനല്ലേ. ആ ഒരു സാധനം ഉണ്ട്. കാരണം പണ്ട് തൊട്ടേ ഇപ്പം നമ്മുടെ പണ്ടത്തെ ഏതൊരു ഫിഫയുടെ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞു, മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതെ ഒരു ഓമന പുത്രനെ പോലെ എല്ലാവർക്കും ആരോടും മിണ്ടത്തുമില്ല, ഒന്നുമില്ല. ഫിഫയുടെ ഒരു ഇതായിട്ട് ഫേസ് ആയിട്ട് വെക്കാൻ പറ്റിയ ആളാണ്. ആരോടും ഉപദ്രവമില്ല, ഒന്നുമില്ലാത്തൊരു പാവം പയ്യൻ മെസ്സി. അത് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം മെസ്സി. പക്ഷേ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ റൊണാൾഡോ ഫീൽഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ടൊരു പ്രസൻസ് ഉണ്ട് പുള്ളിക്ക്. അത് മാത്രമല്ല പുള്ളി കാര്യങ്ങൾ പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും പുള്ളി. ഈവൻ നമ്മുടെ യുണൈറ്റഡിനെ എക്സ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളി അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളി അന്ന് പറഞ്ഞ യുണൈറ്റഡിനെ അറിയാവുന്ന ഒരു കോച്ച് വരാണ്ട് യുണൈറ്റഡ് രക്ഷപ്പെട്ടില്ല. അത് ഇപ്പം മൈക്കിൾ കാരിക്ക് വന്നു, 14ാമത്തെ 15ാമത്തെ പൊസിഷനിൽ നിന്ന് അവരെ 3ാമത്തെ സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്ത്. സോ കുറേ ഫാക്ട്സാണ് പറയുന്നത്, പക്ഷെ അത് ആൾക്കാർക്ക് അത് പറയുന്ന ഒരു രീതിയും ആൾക്കാർക്ക് എന്തുമാത്രം ഡൈജസ്റ്റ് ചെയ്യുന്നുള്ളതിനെ കൂടെ ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ട് എനിക്കൊന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെങ്കിലും അർജന്റീനയുടെ ഒരു കളി പോലും മുടക്കാതെ പോയി കാണും. ഈ കഴിഞ്ഞ കളിയിലാണെങ്കിൽ തന്നെ പുള്ളി മെസ്സി ഒരു ചാൻസ് മിസ്സായപ്പോൾ പുള്ളിയാണെങ്കിൽ തല കൈ വെച്ചിട്ടൊക്കെ പോകുന്നു. ഫിഫയുടെ പ്രസിഡന്റ് ആൾ ആലോചിക്കണം. നമ്മുടെ ഐഷോ സ്പീഡ് പുള്ളിയോട് ചോദിക്കുന്നുണ്ട് ഏത് ടീം ജയിക്കുന്ന തോന്നുന്നതെന്ന്. പക്ഷെ അത് അതുകൊണ്ടാണോ അതോ മേ ബി ഫിഫയ്ക്ക് ഏറ്റവും ഐബോൾസ് കൊണ്ടിരുന്ന മെസ്സി അതുകൊണ്ടാണോ? ഒരിക്കലും ആയിരിക്കത്തില്ലല്ലോ. കാരണം നീ 2022 വേൾഡ് കപ്പിൽ ആ റൊണാൾഡോ വെള്ളം കുടിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? പ്രസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. റൊണാൾഡോയെക്കാട്ടിലും വലിയൊരു ബ്രാൻഡ് ഇല്ല ഈ ലോകത്ത്. റൊണാൾഡോയെക്കാട്ടിലും വലിയ വെള്ളം കുടിക്കുന്നതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു 40 പേര് പ്രസ് ക്യാമറ കൊണ്ട് പുള്ളി വെറുതെ വെള്ളം കുടിച്ചോണ്ടിരിക്കുക സൈഡ് ലൈനിൽ പോയിട്ട്. അതിനൊരു 40 ക്യാമറ ചുറ്റും നിൽക്കുന്നു പുള്ളിയുടെ വെള്ളം കുടിക്കുന്ന ഫോട്ടോ എടുക്കാൻ. കാരണം മെസ്സിയെ വെച്ചിട്ടുണ്ടോ അത് പറ്റൂല. ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ റൊണാൾഡോ ആണ്. ലോകത്ത് അത്രയും വലിയൊരു ബ്രാൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതും പുള്ളിയെ കുറിച്ച് ഈ ചീത്ത പറഞ്ഞാലേ കുറേയൊക്കെ വിറ്റും പോകത്തുള്ളൂ, എസ്പെഷ്യലി ഇതുപോലുള്ള ഈ ഫോക്സ് പോലുള്ള ചാനലുകൾക്ക്. ഓക്കെ, അതൊക്കെ പ്രൂൺ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. പക്ഷേ കണ്ടറിയാം. ഇനി എനിക്കൊന്നു 4-5 മാച്ചോടെ ഉണ്ട്. മെസ്സി ഫാൻസ് ഇത് ഒന്ന് കമന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി എന്തെങ്കിലും പ്രഷർ ചെയ്ത് താഴെ പോയി കുറച്ച് മുമ്പോട്ട് പോട്ടെ. പ്രഷർ ഒന്നും ഏൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്കൊന്നും ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് പുള്ളി ഇമോഷണലി ഇച്ചിരി വൾണറബിൾ ആണ് ഭയങ്കരമായിട്ട്. പുള്ളി ഇതുപോലെ ആവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്. ഐ മീൻ ഒരു പ്ലെയറിന് ഈ സമയത്ത് ഇത്രയും ട്രോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രോളൊക്കെ പണ്ട് തൊട്ടാണ് ഞാൻ പറയാൻ കാരണം. പുള്ളി ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ പറയുക കാര്യങ്ങളെ എടുക്കുന്നുണ്ട്. അതായത് പുള്ളി ഇതുപോലെ ഇത്രയും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു കപ്പടിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കളി നോക്കുമ്പോഴും ഒരു പെനാൽറ്റി മിസ് ചെയ്യുമ്പോഴൊന്നും പുള്ളി കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുറഞ്ഞതൊരു കരയുന്നതുണ്ട്. ഇപ്പോൾ UCL അടിക്കുമ്പോൾ കരയുന്നുണ്ട്, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് നേഷൻസ് ലീഗിലെ ഒരു കളിയിൽ പുള്ളി ഒരു പെനാൽറ്റി മിസ് ചെയ്തു. അപ്പോൾ പുള്ളി എന്നിട്ട് ആ കളി എക്സ്ട്രാ ടൈമിൽ പോയി. പക്ഷേ പോർച്ചുഗൽ ജയിച്ചു. പക്ഷേ സ്റ്റിൽ പുള്ളി കുറേ കരഞ്ഞു. എന്നിട്ട് പുള്ളി തന്നെ ഒരു ഇൻ്റർവ്യൂവിലൊന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇച്ചിരി ഇമോഷണൽ ആണെന്ന്. ഞാൻ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ഇമോഷണലി ഇതാണ്, എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ ആ ഒരു ചേഞ്ചൊക്കെ പുള്ളിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കണ്ടറിയാം. നിങ്ങളുടെ ഈ ഇന്നത്തെ കണ്ടിട്ട് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സും കമൻറ്റും ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞറിയിക്കുക. നമുക്ക് എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ടോപ്പിക്കുകളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി സജഷൻ സംഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ആൻഡ് അത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാ ഫ്രൈഡേ ഈവനിങ്ങിലുമാണ് നമ്മുടെ ലൈവും സംഭവം പോകുന്നത്. പേപ്പറിലൊക്കെ ലൈവ് കാണണമെങ്കിൽ അത് നമ്മുടെ കനേഡിയൻ ടൈം 9 PM ആണ്. അപ്പോൾ അതനുസരിച്ച് ഇല്ലെങ്കിൽ 8 PM അപ്പോൾ ആ ഒരു സമയം അനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അഗെയിൻ എന്തെങ്കിലും തോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാം. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ എപ്പിസോഡ് റാപ്പ് ചെയ്യാണ്. സോ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സബ്സ്ക്രൈബ്.